തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് പഴയ സിദ്ദിഖ് ലാൽ സിനിമകൾ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ ഹരിഹർ നഗറും, റാംജി റാവു സ്പീക്കിംഗ്, അല്ലെങ്കിൽ മാന്നാർ സ്പീക്കിംഗ് തുടങ്ങിയ സിനിമകൾ, എനിക്ക് ആ സിനിമയുടെ ഫോർമാറ്റുകൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ അവരുപയോഗിച്ച കമേഴ്ഷ്യൽ ഫോർമുല എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും കാണാൻ ഇഷ്ടമാണ്. അതായത് ഒരു ഒരു സീരിയസ് ഡ്രാമ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള തമാശകളും നർമ്മമുഹൂർത്തങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. ഒരു പോയിന്റിൽ ഇത് രണ്ടും ബ്ലെൻഡാവും, അല്ലെങ്കിൽ ഈ തമാശ പറയുന്നവർ ഈ സീരിയസ് കഥാപാത്രങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ഇത് രണ്ടും കൂടെ വരുമ്പോൾ പിന്നീട് വരുന്നൊരു കൂട്ടപ്പൊരിച്ചിലും, എനിക്ക് ആ ഫോർമുല എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റാണ് ധീരൻ്റെ. എന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ 2025 വരുമ്പോൾ കാലാനുസൃതമായ പല മാറ്റങ്ങളും അതിൻ്റെ തമാശകളിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ അന്ന് ഓഡിയൻസ് ചിരിച്ചൊരു തമാശയ്ക്ക് ചിലപ്പോൾ ഇന്ന് ചിരിക്കണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളും പിന്നെ ഇപ്പോഴത്തെ ജനറേഷനും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ജെൻസി എന്ന് പറയുന്ന പുതിയ ക്രൗഡിനും ഇഷ്ടമാവുന്നത് വേണം. thank you